പപ്പു ഇവിടെ വാ. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറൊന്നും വേണ്ട അല്ലേ? എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ച കേട്ടില്ലേ? ഇതുവരെ എവിടെ ആയിരുന്നു എന്ന്? ഞങ്ങള് ബണ്ട് കാണാൻ പോയതാ. ബണ്ട്? ചേച്ചി ചേച്ചി എന്താ? ദേ ചേച്ചിയുടെ ഓമന പുത്രൻ വന്നിരിക്കുന്നു. ഓ, സാറിങ്ങി എത്തിയോ? ഇനി നമ്മുടെ ഒരു സന്തതി ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടാന്ന്? അവന് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവനപ്പുറത്തേക്ക് ഓടിപ്പോയി. കഷ്ടി 1 മാസം കൂടി കഴിഞ്ഞാൽ റിസൾട്ട് വന്ന് എഞ്ചിനീയറിംഗിന് പോയി പഠിക്കേണ്ട ചെറുക്കനാ. എന്നാലോ പിള്ളക്കുട്ടി കളിച്ച് നടക്കുക. എന്റെ അമ്മേ, എഞ്ചിനീയറിംഗ് കോഴ്സിന് പോവേണ്ടത് കൊണ്ടല്ലേ ഞാൻ ഈ ബണ്ടൊക്കെ കണ്ട് പഠിക്കാൻ പോയത്. ബണ്ട് പഠിക്കാൻ പോയിരിക്കുന്നു. ചെറുക്ക, ഞാൻ വെച്ച് തരും കേട്ടോ. പകല് മുഴുവൻ വറപട്ടിണിയായിരുന്നു എന്ന് കണ്ടാൽ അറിയാം. വേണമെങ്കിൽ എന്തെങ്കിലും പോയി വാങ്ങിച്ച് കഴിക്കേ. പപ്പുവിന് ഓർമ്മ വെച്ച പിന്നെ ഇതാദ്യമല്ലേ ഇത്ര നീണ്ടൊരു താമസത്തിന് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ പിന്നെ അവനെല്ലാം നല്ല കൗതുകമല്ലേ? അല്ല, ചേച്ചി പോലും നാട്ടിലിറങ്ങിയ ഒത്തിരി പുതുമകളായിരിക്കും. ഓ, എന്റെ പുതുമയൊക്കെ പെട്ടെന്ന് അങ്ങ് തീരില്ലേ? ഇനി ശിഷ്ടകാലം ഇവിടെ തന്നെയാകുമ്പോ ഒത്തിരി കാലം ഇവിടം വിട്ടു നിന്നതിന്റെ ശീലക്കേടൊക്കെ അങ്ങ് തീരും. കാണാം പപ്പു പോയി കഴിഞ്ഞ. ഒരു പണിയുണ്ട്, കാണിച്ചു കൊടുക്കാം. എടാ എഞ്ചിനീയറെ, ഇനി എന്നാടാ നിനക്കൊരു പാകത വരുന്നേ? എപ്പോഴും ആ ഇളയ പെണ്ണിനെ ഉപദ്രവിച്ച് കരയിച്ചോളൂ. നാണമില്ലേ നിനക്ക്? അതൊക്കെ അങ്ങ് മാറത്തില്ലയോ? ഒന്ന് ടൗണിൽ പോയി 3 മാസം കഴിഞ്ഞ് കാണാം ആളങ്ങ് മാറി വലിയ എഞ്ചിനീയറായി വരുന്നത്. ഓ, മാറുന്നു. ചമ്മന്തിയില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ കളി കുറെ കൂടി പോകുന്നുണ്ട്. എന്താ പരിധി ഇത്? ചേച്ചിയോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, കുട്ടികളെ അടിക്കേണ്ട പണി കൊടുത്ത് തന്നെ വളർത്തണോന്ന്. നോക്ക്. എടാ, അയ്യോ, ഇത്രയ്ക്കൊന്നും ഞാൻ ചെയ്തില്ല. ഇതൊന്നും എന്റെ പണിയല്ല കുഞ്ഞമ്മേ. ഇച്ചിരി വെള്ളം അവളുടെ മുഖത്ത് തളിച്ചു, അതേ ചെയ്തുള്ളൂ. ആഹാ, നീ ഒന്നും അറിഞ്ഞില്ലേ? എന്നോട് കള്ളം പറഞ്ഞോണ്ടല്ലോ. ഒരു കുടം വെള്ളം എന്റെ തല കമിഴ്ത്തി, പിന്നെ എന്നെ അടിക്കുകയും നുള്ളയോ ഒക്കെ ചെയ്തു. കണ്ടോ കണ്ടോ അമ്മേ? വന്ന് പപ്പു, നിന്റെ വിളച്ചിലിച്ചിട്ട് കൂടുന്നുണ്ട്. അച്ഛൻ ഓരോ കത്തിലും പറയും നിന്നെ കണിച്ചമായിട്ട് പിടിച്ചോണേന്ന്. പനി പിടിക്കാൻ ഇനി ഇത് മതി. വാ. എന്തിനാ ഇനി ഓടാനാ? ഓടുകയില്ല, ചാടുകയില്ല, വിട്ടു നോക്ക്, അപ്പ അറിയാം. നീ എന്തിനാ ശാന്തിയുടെ തലയിൽ വെള്ളം കോരി ഒഴിച്ചത്? എന്നെ തല്ലു വിളിക്കാനാ? ഇതെല്ലാം ഈ കുഞ്ചിന്റെ പണിയാ. ആണോ? ഇത് പച്ചക്കള്ള, ഞാൻ കണ്ടല്ലോ വെള്ളം കോരി ഒഴിക്കുന്നത്. എടീടി, നീ എന്റെ അനിയത്തിയാ. നമ്മൾ രണ്ടുപേരും ഒരു ശാഖയാ. എനിക്കെതിരായിട്ട് എന്റെ കുഞ്ചി സാക്ഷി പറയരുത്. നീ കണ്ടോടി കുഞ്ചി? ഞാൻ കണ്ടതാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, സത്യം. അയ്യോ, പപ്പച്ചേട്ടൻ വീണ്ടും. ശരി ശരി. അയ്യോ, ഇനിയിപ്പോ കൊല്ലുന്നെങ്കിൽ കൊല്ല്, വളർത്തണെങ്കി വളർത്ത്.
എന്താ വലിയൊരു പരിഹാസം? ഏയ് പരിഹാസമൊന്നുമില്ല. ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ കുമിളി ഉണ്ടാക്കി നിൽക്കുന്ന കണ്ടപ്പോ ചിരി വന്നു പോയതാ. ഓ ഒരപ്പൂപ്പൻ വന്നിരിക്കുന്നു. ഞാൻ കണ്ടു വലിയ എഞ്ചിനീയർ ആകുമ്പോ ഒന്നാള് പാവം പിള്ളേരെ ഇട്ട് ഓടിക്കുന്നത്. ആഹാ, അങ്ങനാണേല് ഇയാളൊരു കുമിള ഉണ്ടാക്കി കാണിക്കും, എന്നിട്ടാവട്ടെ വാചോടി. ഓ അതാ അത്ര വലിയ പാട്. ദാ പിള്ളേരെ നോക്കിക്കോ, നമ്മുടെ പപ്പു ചേട്ടനിതാ ആരും ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ലാത്തത്ര വലിപ്പമുള്ള കുമിള ഉണ്ടാക്കാൻ പോകുന്നു. നോക്കിക്കോ, എല്ലാരും ഒന്ന് കൈയടിച്ചേ. ഓ ഇതിപ്പോ അത്രയ്ക്ക് കൂടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്തോന്നിനാ തോറ്റത്? ആര് പറഞ്ഞു തോറ്റുന്ന്? ഒരൊറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ്. ബലൂണിന്റെ അത്ര വലുപ്പമുള്ള കുമിള ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഓ പിന്നെ വാചകം മാത്രം. ബലൂണിന്റെ അത്രയും വലുപ്പേ. എന്തിനാ പപ്പു ഇങ്ങനെ പുളു എടുക്കുന്നേ? എല്ലാത്തിനും അതെ നിക്ക് നമുക്ക് ആ കിളിയുടെ മുട്ട വിരിഞ്ഞു നോക്കാം. വേണ്ട പപ്പു, ദിവസവും ചെന്ന് തൊട്ട് നോക്കിയാൽ അത് വിരിയത്തില്ല. അതൊക്കെ വിരിയും. വാ വന്നേ. പപ്പുസേ, മനുഷ്യന്റെ മണം അടിച്ച തള്ളക്കിളി തിരിഞ്ഞു നോക്കൂല. തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും, തന്തക്കിളിയും തിരിഞ്ഞു നോക്കും. ഏയ് വേണ്ട പപ്പു, ദോഷം ചെയ്യാൻ എന്താ ഒരു ഉത്സാഹം. ഓ പിന്നെ അയ്യോ നീറ്. പപ്പു വേഗം വേഗം ചാട്. ഓ കേട്ടിട്ടില്ലേ, മൂത്തൊരു ചൊല്ലു മുതിർന്നിരിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഞാൻ പറഞ്ഞതാ ഇതിൽ കൂടി ചെകയാൻ പോണത് ദോഷമാണെന്ന്. ഇപ്പൊ എന്തായി, കിട്ടിയില്ലേ? ഇവിടെ നീറും കടിച്ചു. എന്നാ റിസൾട്ട് അറിയുന്നേ? അടുത്തു പോയി. എഞ്ചിനീയർ ആയി ഇവിടെ ഞാനൊരു പാലമൊക്കെ പണിത് ഞങ്ങൾക്കൊക്കെ അതിലൂടെ നടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവോ? അതൊക്കെ കണ്ടോണം. ഓഹോ, അയ്യോ പപ്പു വാ വാ. അപ്പോഴ് കഴിഞ്ഞ ദിവസം പപ്പുവിനോട് ഞാൻ ബോർഡറിൽ ഞങ്ങളുടെ റെജിമെന്റ് പുഴ മുറിച്ച് കടന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു? അപ്പുറത്ത് ശത്രുക്കൾ ഒളിച്ചിരിപ്പുണ്ടെന്ന അറിവോടെയുള്ള ആ ആക്ഷൻ. അതെ, പിന്നെ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അത്ര പോരാ. അത് ഞാൻ വേറെ രീതിയിൽ എഴുതി ഒപ്പിച്ചു. പപ്പുവിനെ ഞാൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. അയ്യോ മാമ, അത് പിന്നെ ഇന്ന് എനിക്ക് വല്ലാത്തൊരു തലവേദന, അതുകൊണ്ട് കേൾക്കാൻ ഒരു മൂഡില്ല. ചിലപ്പോ ഇത് വായിച്ചു കേൾക്കുമ്പോ നല്ല മൂടാവും. രാജ്യസ്നേഹത്തിന്റെ കഥകൾ കേട്ടാല് ആരും ഉഷാറായി പോകത്തില്ലേ? എന്റെ ഈ പുസ്തകം ഒന്ന് പുറത്ത് വന്നോട്ടെ, പിന്നെ പപ്പുവിനെ പോലെയുള്ള ചുണ കുട്ടന്മാര് പട്ടാള റിക്രൂട്ട്മെന്റിലേക്ക് അങ്ങ് ഇരച്ചു കയറും. അതിന് മാമന്റെ പുസ്തകം എന്താ ഒന്ന് പുറത്തു വരുന്നത്? ഇതിപ്പോ എഴുത്ത് തുടങ്ങിയിട്ട് വർഷം 7 നിനക്കൊക്കെ എന്തോന്ന് അറിയാം? ഇത് അങ്ങനെ കളി മട്ടിൽ എഴുതി തീർക്കേണ്ട സാധനമല്ല. എന്റെ ഉടപ്പറന്നോനെ, ആ കടലാസ് അവിടെങ്ങാനും ഇട്ടിട്ട് ഒന്ന് എഴുന്നേറ്റ് വന്നാട്ടെ. 10:30 ബസ്സിന് പോയാലേ പെൻഷൻ വാങ്ങിച്ചോണ്ട് നേരത്തെ കാലത്തെ തിരിച്ചു വരാനൊക്കത്തുള്ളൂ. പറഞ്ഞേക്കാം, മാറ് പിന്നെ അങ്ങോട്ട്. എടി കൊച്ചേ, 10:30-ക്കല്ല 12:30-ക്കുള്ള ബസ്സിന് പോയാലും എന്റെ പെൻഷൻ ഇരിക്കേണ്ടിടത്ത് എന്റെ ഇരിക്കും. അതെ, പട്ടാളക്കാരന്റെ പെൻഷനാ നാരായണി, എങ്ങും ഓടി പോകത്തില്ല, ആരും കൊണ്ടുപോവുകയില്ല. എനിക്ക് ചെയ്തൊന്നുമില്ല, പെൻഷൻ മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ. പറഞ്ഞേക്കാം, എന്തുവാണ് ചാണിച്ചോ? രാജ്യസ്നേഹം ഇല്ലാത്ത കൂട്ടങ്ങള്.